ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ PSC നടത്തിയ 83/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 ആണ് പേപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? സ്വാമി വിവേകാനന്ദൻ. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? സ്വാമി വിവേകാനന്ദൻ. USA-യുടെയും സോവിയറ്റ് യൂണിയന്റെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? ജോർജ് ഓർവെൽ. ജോർജ് ഓർവെലാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ലാല ലജ്പത് റായ്. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ലാല ലജ്പത് റായ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? കാന്റൺ തുറമുഖം. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? കാന്റൺ തുറമുഖം. ശീതയുദ്ധകാലത്ത് ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചത് എന്താണ്? നാം. ശീതയുദ്ധകാലത്ത് ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചത് എന്താണ്? നാമാണ്. നോൺ അലൈൻ മൂവ്മെന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് എന്താണ്? ട്രോപ്പോസ്ഫിയർ. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? അകക്കാമ്പ്, താഴത്തെ ആവരണം. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? അകക്കാമ്പും താഴത്തെ ആവരണവുമാണ് ഖരാവസ്ഥയിലുള്ളത്. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഒഡീഷയിലെ ഭിട്ടാർ കണിക. സുന്ദർബൻ. പശ്ചിമബംഗാളിലെ സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുള്ള ആവാസ വ്യവസ്ഥയാണ് ഒഡീഷയിലെ ഭിട്ടാർ കണിക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡ്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചറിയുക. കോട്ടയം, തൃശ്ശൂര്, ആലപ്പുഴ, പാലക്കാട്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം, തൃശ്ശൂര്, ആലപ്പുഴ, പാലക്കാട്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപ്പർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപ്പർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്ത്. ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓൾ ഓഫ് ദി എബോവ്. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു. 8-ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. 1992 മാത്രമാണ് ആരംഭിച്ചത്. നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 3ഉം ആണ് ശരി. DMEO നിൽറഡും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. DMEO NILERDയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്.
സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക, നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചു. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. GST കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓൾ ഓഫ് ദി എബോവ്. ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST IGST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യ GST നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 3ഉം. ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമാണ് ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷം. മൂന്നാമത്തെ പറയുന്നത് ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമാണ് ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷം, സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായത് എന്താണ്? ബോത്ത് 1 and 2 രണ്ടും ശരിയാണ്. പ്രസ്താവന 1 പറയുന്നത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. പ്രസ്താവന 2 നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? 2 ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ത്യൻ ആമുഖത്തിൽ. രാഷ്ട്രത്തിന്റെ ഐക്യം വരും, രാഷ്ട്രത്തിന്റെ അഖണ്ഡത വരും. രാഷ്ട്രത്തിന്റെ ഐക്യം, രാഷ്ട്രത്തിന്റെ അഖണ്ഡത. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. രണ്ടാമത്തെ പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 2 തെറ്റാണ്.
1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. 1946 ഡിസംബർ 9. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം? വൈദ്യുതിയാണ് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയനും സംസ്ഥാനങ്ങൾക്കും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയായിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയിൽ കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്ത് ഒരു ജില്ലാ ജഡ്ജിയായിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശ മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 19(1) സബ്സെക്ഷൻ എയിലാണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 19(1)(a). താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1957 രൂപീകരിച്ച ഭരണ പരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക. നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ്. ഫെബ്രുവരി 2020 കേരള സർക്കാർ നിയമിച്ചത് നരേന്ദ്രൻ കമ്മീഷനെ. പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. പിന്നെ വരുന്നത് പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പാക്കുക. ബയോ കെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് N-PROUD.
ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകൾ തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എൻ പ്രൗഡ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഒരു എഫക്ടർ, അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോ പ്രേരണ. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു, ടെഫ്ര. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്നും വിളിക്കുന്നു, വേരിസെല്ല. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ വേരിസെല്ല എന്നും വിളിക്കുന്നു. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാകാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ആർദ്രം പദ്ധതി. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ആർദ്രം എന്ന പദ്ധതി. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാവുന്നത് ഇനേഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാവുന്നത് ഇനേഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായി വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണ്. തെർമോഡൈനാമിക്സിന്റെ പൂജ്യ നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു, താപ സന്തുലിതാവസ്ഥ. തെർമോഡൈനാമിക്സിന്റെ പൂജ്യ നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു, താപ സന്തുലിതാവസ്ഥ. ഐക്യരാഷ്ട്രസഭ 2025 ഡാഷായി പ്രഖ്യാപിക്കുന്നു, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. 2025 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമാണ്. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രഫീൻ ഒരു ഡാഷ് ആണ്. ദ്വിമാന 2D പദാർത്ഥമാണ്. ദ്വിമാന പദാർത്ഥം അല്ലെങ്കിൽ 2D പദാർത്ഥമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിൻ. പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് നിക്കോട്ടിൻ. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവ താരത്തിന്റെ പേരാണ് ഡി ഗുഗേഷ്. കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് വിജയിച്ച യുവ താരത്തിന്റെ പേരാണ് ഡി ഗുഗേഷ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം. മുച്ചിലോട്ട് ഭഗവതി തെയ്യം. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരാണ് മല്ലിക സാരാഭായ്. കേരള കലാമണ്ഡലം ചാൻസലറായ ഭരതനാട്യം കലാകാരന്റെ പേരാണ് മല്ലിക സാരാഭായ്. 2010 സലിം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരാണ് ആദാമിന്റെ മകൻ അബു. ആദാമിന്റെ മകൻ അബു എന്ന ഫിലിമിനാണ് 2010 സലിം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യനായത്? ബില്യാർഡ്സ്. പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.